നമസ്കാരം, ഇത് ഭാരത് ലൈവ്. PSC റാങ്ക് ലിസ്റ്റുകൾ റദ്ദാകുന്നു കൂട്ടത്തോടെ. അത് വെറുതെ അങ്ങ് റദ്ദാവുകയല്ല, റദ്ദാക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പറഞ്ഞത്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി കൂട്ടുന്ന കാര്യം തീരുമാനിക്കുന്നേയില്ല, അല്ലെങ്കിൽ ആലോചിക്കുന്ന പോലുമില്ല എന്നുള്ളത്. WPCO റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികൾ, അതായത് നിയമനം ലഭിക്കാൻ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, പെൺകുട്ടികൾ, സ്ത്രീകൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ മുടിമുറിച്ച് പ്രതിഷേധിച്ചത് ഭാരത് ലൈവ് വാർത്തയായി നൽകിയിരുന്നു. അവരുടെ വേദനയും കണ്ണീരുമൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അവർ നിയമനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ ലിസ്റ്റ് അടക്കമാണ് റദ്ദാകാൻ പോകുന്നത്. ഈ റദ്ദാകുന്ന റാങ്ക് ലിസ്റ്റുകൾ എന്തു ചെയ്യും? വെറുതെ എടുത്തങ്ങ് മാറ്റി വെക്കുകയുള്ളൂ. ഇതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. ഈ റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിക്കൊടുത്ത്, അല്ലെങ്കിൽ അത് നീട്ടി ഉദ്യോഗാർത്ഥികളെ സഹായിക്കേണ്ട സർക്കാർ എന്തിനാണ് ഇങ്ങനെ റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കുന്നത് എന്ന ചോദ്യം. കാലാവധിയൊക്കെ ശരിയാണ്, ഇന്ന കാലാവധിയൊക്കെ ഉണ്ട്. കാലാവധി സർക്കാർ തന്നെ നിശ്ചയിക്കുന്നതാണല്ലോ. അത് വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റുകൾ ഇത്ര ധൃതി പിടിച്ച് റദ്ദാക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. വേറൊന്നിനുമല്ല, പിൻവാതിൽ നിയമനങ്ങൾക്ക് തന്നെയാണ്. സ്വന്തം ആൾക്കാരെ, CPM സഖാക്കളെ ഇത്തരത്തിൽ തിരികെ കയറ്റുന്നതിന് വേണ്ടി തന്നെയാണ്. പല ഡിപ്പാർട്ട്മെന്റുകളിലും ഇങ്ങനെ കുത്തിക്കയറ്റുന്നതിന് വേണ്ടി തന്നെയാണ് ഈ റാങ്ക് ലിസ്റ്റുകൾ ഇങ്ങനെ റദ്ദാക്കുന്നത്, യാതൊരു വിശദീകരണവുമില്ലാതെ റദ്ദാക്കുന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുക, അതുപോലെ തന്നെ ആളുകളെ തിരികെ കയറ്റുക. ഇതിന് പിന്നിൽ ഇപ്പോൾ PSC ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ അഭിമുഖം നടത്തി ആളുകളെ നിയമിക്കാം. അവർ അങ്ങോട്ട് കയറി 3 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ സ്ഥിരപ്പെടുത്താം. കാരണം ഓരോ വകുപ്പുകളിലും ആൾക്കാർ വേണമല്ലോ ജോലി ചെയ്യാൻ. അപ്പോൾ അവിടെ യഥാർത്ഥഗതിയിലുള്ള PSC നിയമനങ്ങൾ നടന്നില്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരെ എടുത്ത്, സ്വന്തം സഖാക്കളെ എടുത്ത് അവിടെ തിരികെ കയറ്റുക. ഇന്റർവ്യൂവും അഭിമുഖവും ഒക്കെ വെറും പ്രഹസനം മാത്രമാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയാമല്ലോ. യൂണിവേഴ്സിറ്റികളിൽ, വിവിധ സർവകലാശാലകളിലൊക്കെ ഇത്തരത്തിൽ എത്രയോ ആയിരക്കണക്കിന് പേരാണ് ഇതുപോലെ താൽക്കാലിക അടിസ്ഥാനത്തിൽ കയറി സിൻഡിക്കേറ്റും മറ്റും സർക്കാർ ഇടപെട്ട് ഇവരെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ പാവങ്ങളുടെ കണ്ണീർ കാണാതെ, ഈ പാവങ്ങളുടെ വേദന മനസ്സിലാവാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ ഈ റാങ്ക് ലിസ്റ്റുകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നത്. പിൻവാതിൽ നിയമനങ്ങൾക്ക് ഇതാ അവസരമൊരുങ്ങുകയാണ് കേരളത്തിൽ എന്ന റിപ്പോർട്ടാണ് വരുന്നത്. PSC റാങ്ക് ലിസ്റ്റ് നീട്ടില്ലെന്ന് സർക്കാർ വാശി പിടിച്ചത് സ്വന്തം ഇഷ്ടക്കാരെയും സഖാക്കളെയും വിവിധ വകുപ്പുകളിൽ തിരികെ കയറ്റാനും നിലവിലെ താൽക്കാലികക്കാരെ പിരിച്ചുവിടാതെ സംരക്ഷിക്കാനും പിന്നീട് 6 മാസം കഴിയുമ്പോഴോ 1 കൊല്ലം കഴിയുമ്പോഴോ അവരെ സ്ഥിരപ്പെടുത്താനും വേണ്ടി മാത്രമാണ് എന്ന പരാതിയാണ് ഉണ്ടാകുന്നത്. സർക്കാർ ഓഫീസുകളെ CPMന്റെ ഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള ഏറ്റവും വില കുറഞ്ഞ തരം താണ തന്ത്രമാണ് CPMും സർക്കാരും സഖാക്കന്മാരും മുഖ്യമന്ത്രിയും ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ഒക്കെ ചേർന്ന് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പാവങ്ങളായ ഉദ്യോഗാർത്ഥികൾ മാത്രം പെരുവഴിയിൽ. കൂടുതൽ നിയമനങ്ങൾ നടക്കേണ്ട ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഉൾപ്പെടെയുള്ള റാങ്ക് പട്ടികകളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. ഇനി ആ റാങ്ക് പട്ടികയില്ല. അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ആയിട്ട് ആൾക്കാരെ താൽക്കാലികമായി നിയമിച്ച് പിന്നീട് സ്ഥിരപ്പെടുത്തും സഖാക്കന്മാരെ. ഓഫീസ് പ്രവർത്തനങ്ങൾ സ്തംഭിക്കും എന്ന കാരണത്താൽ സ്ഥിരം ജീവനക്കാർ ഇല്ലാത്തതിനാൽ അടിയന്തരമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ വകുപ്പ് മേധാവി നടത്തുന്ന അഭിമുഖ പരീക്ഷ മുഖാന്തരമോ താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കാം എന്നാണ് നിയമം. ഇതിലൂടെ പാർട്ടി പ്രവർത്തകരോ പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളോ നിയമനം നേടും. PSC പട്ടിക പ്രസിദ്ധീകരിച്ചാലും ഒരു പരിധിവരെ ഇവർ സംരക്ഷിക്കപ്പെടും. നിലവിലുള്ള പാർട്ടി പ്രവർത്തകരായ ജീവനക്കാർ ആ സമയത്ത് വേണമെങ്കിൽ അവധിയും എടുക്കും. ഈ രീതിയിൽ PSC പരീക്ഷ കഷ്ടപ്പെട്ട് പഠിച്ച്, ഉറക്കമിളച്ച് പഠിച്ച് പരീക്ഷ എഴുതി ഇന്റർവ്യൂവും ഫിസിക്കലും ഒക്കെ പാസ്സായ ആൾക്കാരെ നോക്കുകുത്തുകളാക്കി നിർത്തിക്കൊണ്ട്, അവരെ മണ്ടന്മാരാക്കി നിർത്തിക്കൊണ്ട് വിവിധ PSC റിപ്പോർട്ട് ചെയ്യപ്പെട്ട വകുപ്പുകളിൽ പോലും ഇതുപോലെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ആൾക്കാരെ തിരികെ കയറ്റുന്ന CPMന്റെ മുഖ്യമന്ത്രിയുടെ തന്ത്രമാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെടാൻ പോകുന്നത്. പ്രിയപ്പെട്ട സർക്കാർ, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ഈ പാവങ്ങളുടെ കണ്ണീർ കാണുന്നില്ലേ? ഒരു ജോലിക്കായി അഹോരാത്രം കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി നിൽക്കുന്നവരെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സഖാക്കന്മാരെ തിരികെ കയറ്റിയാൽ മതിയല്ലോ. ഇവിടെ ഇനിയിപ്പോൾ നിയമന നിരോധനം അല്ലെങ്കിൽ നിയമന ഉത്സവം എന്നൊക്കെ പറഞ്ഞ് നടക്കും. നിയമന നിരോധനമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നിയമന ഉത്സവങ്ങളാണ് നടക്കുന്നത്. എന്ത് നിയമന ഉത്സവമാണ്? സഖാക്കന്മാരെയും CPM പാർട്ടി പ്രവർത്തകരെയും അവരുടെ ബന്ധുക്കളെയും അവരുടെ അമ്മാവന്റെ മക്കളെയും ഒക്കെ വിവിധ വകുപ്പുകളിൽ തിരികെ കയറ്റുന്ന പിൻവാതിൽ നിയമനങ്ങളുടെ ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. പാവങ്ങളായ PSC ഉദ്യോഗാർത്ഥികൾ നിന്ന് വിതുമ്പുകയാണ്, കരയുകയാണ്. നിങ്ങൾ ഭിക്ഷ നടത്തി സമരം ചെയ്തതുകൊണ്ടോ മുടിമുറിച്ചതുകൊണ്ടോ മുട്ടിലഴിഞ്ഞതുകൊണ്ടോ നിങ്ങളുടെ ഈ കണ്ണീരൊന്നും സർക്കാർ കാണില്ല പ്രിയപ്പെട്ടവരെ. അവർക്ക് പിൻവാതിൽ നിയമനങ്ങൾ നടത്തണം. അവരുടെ സഖാക്കളെ തിരികെ കയറ്റണം. കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ CPM കേന്ദ്രങ്ങളാക്കി മാറ്റണം. അത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രിയാണ് എല്ലാത്തിനും കൂട്ടുനിൽക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ പകൽ പോലെ വ്യക്തമായതുമാണ്.